എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ബോട്ടിൽ ആർട്ടായിട്ടാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളുമാണ്, അതേപോലെ ഭയങ്കര ക്യൂട്ടുമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ബോട്ടിൽ ആർട്ട് വളരെ എളുപ്പത്തിൽ ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് സാധാരണ തുടങ്ങുന്ന രീതിയിലല്ല, ഒരു വെറൈറ്റി എൻട്രിയാണ് ബോട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്നും ഒരേപോലെ തുടങ്ങേണ്ട വെച്ചിട്ടാണ് ഒരു വെറൈറ്റി ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മളെ ബോട്ടിലിൻ്റെ അവിടെ ഇവിടെ നോക്കിയില്ലേ, ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്, കണ്ടില്ലേ? അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അവിടെ ഇവിടെയൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നോക്കിയതാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ ഒരു പുതിയ സ്പോഞ്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വില 5 രൂപയാണ്. ആക്രിലിക് പെയിന്റ് വാങ്ങാൻ പോയപ്പോൾ ആ ഷോപ്പിൽ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. ഇവിടെ നമ്മളൊന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ആണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ പ്രാവശ്യം ബോട്ടിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്ത എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഫിനിഷിങ് നല്ലപോലെ കിട്ടും, നല്ല ഫിനിഷിംഗ് ആണ്. അതുകൊണ്ടാണ്. പിന്നെ ഇത് പുതിയ സ്പോഞ്ച് ആയതുകൊണ്ട് ആണോ എന്താ അറിയില്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇത് ഉണങ്ങി വന്നപ്പോൾ നല്ല ഫിനിഷിങ്, നല്ല പെർഫെക്ഷൻ, നല്ല എന്തൊരു പ്രത്യേക. ഇതിന് മുന്നേയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ ഡോട്ടൊക്കെ ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം ചെയ്തപ്പോൾ ഒന്നുമില്ല. പെയിന്റും പുതിയതാണ്, അതേപോലെ സ്പോഞ്ചും പുതിയതാണ്. അതുകൊണ്ടൊക്കെയാണോ എന്താ അറിയില്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ പ്രാവശ്യം നല്ല ബോട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബോട്ടിൽ വെള്ളം ഞാൻ ഇപ്പോൾ കഴുകി കളഞ്ഞ് തുണിയോണ്ട് തുടച്ച് കുറച്ച് ഉണക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലെ തന്നെ ആരും പെയിന്റ് ചെയ്യാൻ പാടില്ല. ആ ബോട്ടിലെ വെള്ളമൊക്കെ ഒന്ന് വാട്ടർ കണ്ടതൊക്കെ ഒന്ന് ഒഴിവായതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാൻ നല്ല സുഖമാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ വെറൈറ്റി ആയിട്ട് വേറെ എൻട്രി കൂടി പരീക്ഷിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പെയിൻ്റൊക്കെ ഒന്ന് ഉപയോഗിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്രയും പെയിൻറ്റ് കയ്യിലുണ്ട്. അപ്പോൾ ചില പെയിൻ്റൊന്നും തീരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് പറ്റിയില്ല. കാരണം എല്ലാം ഉപയോഗിച്ചാൽ ചിലപ്പോൾ സംഭവം അലമ്പായി പോകും. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല തോന്നി, ഇത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ തോന്നിയ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ സുഖമായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ സുന്ദരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തെന്ന് വെച്ചാൽ ഒന്നുമില്ല, പൊട്ട് തൊടാൻ അറിഞ്ഞാൽ മതി. ഇന്നത്തെ ബോട്ടിലായിട്ട് ചെയ്യണേ, പൊട്ട് തൊടാൻ അറിഞ്ഞാൽ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടിൽ അടിപൊളിയാക്കി ചെയ്യാം. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് നമ്മളെ വിരൽ പെയിന്റിൽ മുക്കുന്നു, പിന്നെ ബോട്ടിൽ മുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പിന്നെ പ്രശ്നം വരാൻ നമ്മൾ കൈ വിറയ്ക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പേടി, അയ്യോ തെറ്റിപ്പോവോ, ആ ഒരു പേടി മാത്രമാണ് നമുക്ക് ഈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. തെറ്റൂല എന്ന് തോന്നി ചെയ്ത ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല, അപ്പം തന്നെ തുടച്ച് കളഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം എനിക്കിവിടെ എവിടെയോ ഒരു ഭാഗത്ത് ചെയ്തപ്പോൾ ഒന്ന് പരന്നു പോയി. ഞാൻ തുടച്ച് കളഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, പെയിൻറ്റ് തുടച്ച് കളഞ്ഞപ്പോൾ ബ്ലാക്ക് ഒന്നും പൊളിഞ്ഞു പോന്നിട്ടൊന്നുമില്ല, സുഖമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഇതൊക്കെ പൂവ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബഡ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ഇനി വേണ്ടത്, നമ്മൾ ആദ്യം തൊട്ട ആ വട്ടത്തിനെക്കാട്ടിലും ചെറിയ വട്ടമാണ് വേണ്ടത്. അപ്പോൾ ബഡ്സ് ഉപയോഗിച്ചാലാണ് പിന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു വട്ടം കിട്ടുക. അങ്ങനെയാണ് നമ്മൾ ബഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടും ചെറുത് ബഡ്സ് വേണമെന്നില്ല, പെയിൻറ്റിൻ്റെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ആ ആദ്യം ഇട്ട വട്ടത്തിനെക്കാട്ടും കൂടുതലാവാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ആ വൈറ്റും ആ യെല്ലോയും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ. അതിനൊരു ലൈറ്റിനെക്കാട്ടിലും കുറച്ച് ഡാർക്ക് യെല്ലോ ആണ് ഭംഗി ഉണ്ടാവാന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡാർക്ക് യെല്ലോ ഉപയോഗിച്ചത്. രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് രണ്ടു ബോട്ടിൽ അവിടെ അടുത്തടുത്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞതാ പിങ്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡാർക്ക് ഉള്ളത് കുറച്ചൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റിൽ ഈ പിങ്ക് കളർ മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പിങ്കിനെക്കാട്ടിലും ഒരു മിൽക്കി പിങ്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി വൈറ്റ് ചേർന്നൊരു പിങ്ക് കിട്ടും. അപ്പോൾ അതും ഈ ഡാർക്ക് യെല്ലോയും കൂടി നല്ല മാച്ചിങ് ആണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിലത്ര അതിൻ്റെ ഹൈലൈറ്റ് കാണില്ല. ഡാർക്ക് കളറാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കുക. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആ പിങ്കിന് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പിങ്കിന്. സംഭവം നൈസായിട്ടുണ്ട്, നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ ബഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബഡ്സ് ഉപയോഗിക്കുമ്പോൾ സുഖമാണ്. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്ത വട്ടത്തിനെക്കാട്ടിലും ചെറിയ വട്ടം സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൂവിൻ്റെയൊക്കെ ഈ എന്താ പറയുക, ഇതളിൻ്റെ തുടക്കത്തിൽ കാണുമല്ലോ ഈ കളർ ഷെയ്ഡ്, അത് വരുത്താനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂ ആയാൽ എനിക്ക് തോന്നി അത്ര ഭംഗി ഉണ്ടാവില്ല തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് വൈറ്റ് ആയി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡാക്കാൻ നോക്കി.
അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ബ്ലൂ എന്ന് വെച്ചാൽ വീഡിയോയിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഈ പിങ്കും ഈ ബ്ലൂവും കൂടി ഉള്ള കളർ കോമ്പിനേഷൻ നല്ല രസമാണ്. വലിയ സിമ്പിൾ വർക്ക് എന്ന് വെച്ചാൽ ഒരു പണിയില്ല. സുഖം എന്ന് വെച്ചാൽ വളരെ സുഖമാണ് ചെയ്തെടുക്കാൻ, ഒരു പണിയില്ല. ആകെ എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് സമയം മതി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ബ്ലാക്ക് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉണങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ വൈറ്റ് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ യെല്ലോ ചെയ്യുന്നത്. യെല്ലോയും പിന്നെ ഈ ബ്ലൂവും പിങ്കും ഒക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ ബൈ ചാൻസ് തിരക്ക് പിടിച്ച് ചെയ്ത് തട്ടിയാലൊക്കെ ഒരു പണിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചത് വെച്ചാൽ നമ്മൾ ചെയ്ത വർക്ക് ഈ പൂവ് ഇനി ഡിസൈൻ വരുന്നുണ്ട്. പക്ഷേ ഈ പൂവ് മാത്രമാണെങ്കിൽ ഒരു ഭംഗിയുണ്ട്, അത് ക്യൂട്ടാണ്. അപ്പോൾ ചിലർക്ക് ഇതാ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഡിസൈൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളത്. എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ചെയ്താൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ ഓവറാവും. പക്ഷേ അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആദ്യം പൂവ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ക്യൂട്ടായി തോന്നി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഡിസൈൻ അതിലേക്കാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ബ്രഷ് കുറച്ച് വലുപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് വട്ടം കൂടുതലാണ്. ആദ്യം ഉപയോഗിച്ച ഈ ബ്രഷ് കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡോട്ടിൻ്റെ വലുപ്പം കുറച്ച് കൂടിപ്പോകും. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ആദ്യം കൈ ഉപയോഗിച്ച് വലിയൊരു വട്ടം, അതിന് ബഡ് ഉപയോഗിച്ച് ചെറിയൊരു വട്ടം, പിന്നെ നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കുമ്പോൾ അതിനെക്കാട്ടിലും ചെറിയൊരു വട്ടം. അതിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലേ, അത് ആദ്യം ഉപയോഗിച്ചതിനെക്കാട്ടിലും ചെറിയ ഡോട്ടാണ് കിട്ടുക. ഇത് കണ്ടാൽ അറിയാം. അപ്പോൾ ഒരു വൈറ്റും അതേപോലെ തന്നെ ബ്ലാക്കും എന്ന് വെച്ചാൽ നമ്മൾ ബ്ലാക്കിൻ്റെ അവിടെ റൗണ്ട് കൊടുത്തൊരു ഫീലാണ് കിട്ടുക. വൈറ്റ് ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ട്, അതൊരു പ്രത്യേക ഡിസൈൻ തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, സിമ്പിൾ വർക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഒരു ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് പരീക്ഷിക്കാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബോട്ടിലാണ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. ഇപ്പോൾ കൊറോണ സമ്പർക്കം വഴി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം അനാവശ്യമായിട്ട് പുറത്തിറങ്ങാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇതുപോലത്തെ ചെറിയ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. ഇത് വളരെ എളുപ്പമുള്ള ബോട്ടിലാർത്താണ്, ചെയ്യാൻ വളരെ സുഖമാണ്. ഇപ്പോൾ ക്രാഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എല്ലാവരും ടൈം കിട്ടുമ്പോൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഞാനും ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ആ ലോക്ക്ഡൗൺ ടൈമിലാണ്. അതുവരെ എന്താ ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ് അതിലൊന്നും ടൈം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ചെയ്തപ്പോൾ 5-6 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത്, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നടന്നില്ലെങ്കിൽ ലൈഫിൽ ഇതുവരെ ബോട്ടിൽ ആർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ സക്സസ് ആയാലോ. അപ്പോൾ നമ്മളെ വീട്ടുകാർ തന്നെ പറയും, തുടക്കത്തിൽ ഞാൻ ചെയ്തത് പറഞ്ഞ് ചെറിയ കുട്ടികളെ പോലെ കുപ്പിക്ക് പെയിന്റ് അടിക്കാൻ ചോദിച്ചത് വീട്ടുകാരൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു നമ്മ പറഞ്ഞത് ഇത് രസമുണ്ട്, കാണാൻ ഭംഗിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് സക്സസ് ആയി നമുക്ക് തന്നെ തോന്നുക കൊള്ളാലോ തോന്നി, ആ ചെറിയ വർക്കാണെങ്കിൽ കൂടി അതൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.